ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ഭൗതികശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ, കേരളത്തിൻ്റെ പുത്രൻ, കേരളത്തിൽ ജനിക്കുകയും ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെയധികം അഭിമാനം കൊള്ളുകയൊക്കെ ചെയ്യുകയും ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും ഒരുപോലെ ഏറ്റവും വലിയ മഹാപ്രതിഭാശാലികളെ പോലും കവച്ചു വെക്കത്തക്ക രീതിയിലുള്ള പ്രാഗൽഭ്യം സമ്പാദിക്കുകയും ചെയ്ത ജോർജ് സുദർശൻ എന്ന മഹാപ്രതിഭാശാലി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം 7 വർഷം. അദ്ദേഹത്തിനെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ ഒരു സാഹചര്യത്തിൽ കോട്ടയത്ത് ജനിക്കുകയും കോട്ടയത്ത് വളരുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സമഗ്രമായി പഠിക്കുകയും എഴുതുകയും ചെയ്ത പ്രൊഫസർ PJ കുര്യനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത്. സെൻറ്റ് ബർക്കമെൻസ് കോളേജിൻ്റെ ഭൗതികശാസ്ത്ര വിഭാഗം തലവനായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അദ്ദേഹത്തെ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഇവിടെ ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ജോർജ് സുദർശൻ എന്ന് പറയുന്ന പ്രതിഭാശാലിയുടെ ബാല്യവും കൗമാരവും യൗവനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളും കടന്നുപോയത് ഇന്ത്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പ്രതിഭ വാർത്തെടുക്കുന്നതിൽ കോട്ടയത്തെ വിദ്യാലയ അന്തരീക്ഷം, CMS കോളേജിലെ അന്തരീക്ഷം, അതുപോലെ മദ്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തിയതായി നമുക്കറിയാം. അതേപ്പറ്റി നമ്മളുടെ ആദരണീയനായ അതിഥി നമ്മളോട് സംവദിക്കുന്നതാണ്. ECG സുദർശൻ ജനിച്ചത് കോട്ടയം ടൗണിൻ്റെ ഏതാണ്ട് തെക്ക് ഭാഗത്തായി ഒരു 6 കിലോമീറ്ററിലധികം മാറിയുള്ള പള്ളം എന്ന പ്രദേശത്തെ പാക്കിൽ കവലയ്ക്ക് സമീപമാണ്. പാക്കിൽ കവലയ്ക്ക് സമീപമുള്ള എണ്ണയ്ക്കൽ എന്ന ഒരു യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് EC ജോർജ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു റവന്യൂ ഇൻസ്പെക്ടറായിരുന്നു. മാതാവ് ഒരു സർക്കാർ പ്രൈമറി സ്കൂൾ അധ്യാപികയുമായിരുന്നു. സുദർശൻ്റെ പിതാവ് നല്ലൊരു വായനക്കാരനായിരുന്നു. വായനയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങൾ മാത്രം വായിക്കുന്ന ഒരാളായിരുന്നില്ല. ഹൈന്ദവ പുരാണങ്ങളും മറ്റ് സാഹിത്യകൃതികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരത്തിലുണ്ടായിരുന്നു. ബാലനായിരുന്ന EC ജോർജ് ഇത്തരം പുസ്തകങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. സുദർശന് 2 സഹോദരന്മാരാണുള്ളത്, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും. ജ്യേഷ്ഠൻ ഏതാണ്ട് 11 വയസ്സിന് മുതിർന്ന ആളും അനുജന് 2-3 വയസ്സിന് ജൂനിയറായിട്ടുള്ള ആളുമാണ്. മാതാവ് പഠിപ്പിച്ചിരുന്ന പുതുപ്പള്ളി സർക്കാർ പ്രൈമറി സ്കൂളിലാണ് സുദർശൻ്റെ വിദ്യാർത്ഥി ജീവിതം ആരംഭിക്കുന്നത്. പുതുപ്പള്ളിക്ക് ശേഷം മാതാവ് ചിങ്ങവനത്തിനടുത്തുള്ള സ്കൂളിലേക്ക് സ്ഥലം മാറിയപ്പോൾ സുദർശൻ്റെ പഠനം അങ്ങോട്ട് മാറി. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഏതാണ്ട് പാതി മധ്യത്തിലുള്ള ചിങ്ങവനം എന്ന സ്ഥലത്തുള്ള സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് നടത്തിയത്. അത് കക്കുഴി സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. കക്കുഴി ഹൈസ്കൂളിൽ സുദർശനെ ഏറ്റവും സ്വാധീനിച്ച ഒരു അധ്യാപകൻ മലയാളം അധ്യാപകനായിരുന്ന SK നായർ. ചിങ്ങവനം ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം ഇൻ്റർമീഡിയറ്റ് പഠനത്തിനായി കോട്ടയം CMS കോളേജിലെത്തി. CMS കോളേജിലെത്തിയപ്പോഴേക്ക് അദ്ദേഹം കുറേ കൂടെ സീരിയസ് ആയ ഒരു വിദ്യാർത്ഥിയായി മാറി. കോളേജ് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകങ്ങളും അദ്ദേഹം വായിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. പ്രത്യേകിച്ച് സയൻസിലുള്ള ബുക്കുകൾ, സയൻസും മാത്തമാറ്റിക്സും. വലിയ തടിയൻ പുസ്തകങ്ങളൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകുന്ന വിദ്യാർത്ഥിയെ ഫിസിക്സ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോർജ് തോമസ് പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് CMS കോളേജിൽ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അക്കാലത്തെ ഫിസിക്സ് അധ്യാപകനും പിന്നീട് ദീർഘകാലം കോളേജിൻ്റെ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ ജോർജ് തോമസ്. അതുപോലെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന MA ഈപ്പൻ സാറും സുദർശനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. CMS കോളേജിലെ ഇൻ്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം ഡിഗ്രി പഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്കാണ് പോയത്. അവിടെ BSc ഓണേഴ്സ്, ഫിസിക്സ് ഐച്ഛികമായിട്ടുള്ള BSc ഓണേഴ്സ് ഡിഗ്രി വളരെ മികച്ച നിലയിൽ അദ്ദേഹം പൂർത്തിയാക്കി. തുടർന്നാണ് ഫിസിക്സിലെ സൈദ്ധാന്തിക രംഗത്ത് ഒരു ഗവേഷണ ജീവിതം തുടരണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിലേക്ക് സുദർശൻ എത്തപ്പെട്ടത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനത്തെ തുടർന്നാണ്. അവിടെ അദ്ദേഹത്തിനെ ഏറ്റവും സ്വാധീനിച്ച അധ്യാപകൻ ഒപ്റ്റിക്സ് പഠിപ്പിച്ചിരുന്ന MA തങ്കരാജ് എന്ന പ്രൊഫസറാണ്. മാത്രമല്ല സുദർശൻ്റെ പിൽക്കാല ഗവേഷണ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രംഗങ്ങളിലെ ഒരു രംഗമായിരുന്നു ഒപ്റ്റിക്സ്. ആ ഒപ്റ്റിക്സിൽ വളരെ മൗലികമായ ഒരു ഗവേഷണമാണ് 1963 സുദർശൻ നടത്തിയിട്ടുള്ളത്. സുദർശൻ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡയഗണൽ കൊഹറൻ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന നോബൽ പ്രൈസിൻ്റെ പരിഗണനയിലേക്ക് തന്നെ വന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിട്ടുള്ള ആളിന് നോബൽ സമ്മാനം കിട്ടി. അദ്ദേഹം അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. അത് വലിയ വിവാദമാകുകയും ചെയ്തതാണ്. അപ്പോൾ അത്രയും ഉന്നതമായ ഒരു ഗവേഷണം ഒപ്റ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രകാശ സ്വഭാവത്തെക്കുറിച്ച് നടത്തുവാൻ സുദർശന് ഏറ്റവും പിൻബലം നൽകിയിട്ടുള്ളത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ തങ്കരാജ് സാറിൻ്റെ ക്ലാസ്സുകളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ
BSc ഓണേഴ്സ് പഠനത്തിന് ശേഷം 1 വർഷം അദ്ദേഹം അവിടെ ഡെമോൺസ്ട്രേറ്ററായി പ്രവർത്തിച്ചു. പക്ഷേ ആ ജോലിയിലൊന്നും സംതൃപ്തനായിരുന്നില്ല EC ജോർജ്. ഫിസിക്സിൻ്റെ സൈദ്ധാന്തിക തലങ്ങളിൽ വളരെ ഉന്നത നിലയിലുള്ള ഗവേഷണം ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരനായിരുന്നു. അതിനു വേണ്ട വായനയും പഠനവും ഒക്കെ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരുന്നു. ഡെമോൺസ്ട്രേറ്റർ ആയിരുന്ന അവസരത്തിൽ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ സ്ഥാപക ഡയറക്ടറായ ഹോമി ജെ ബാബ പുതിയ ഗവേഷണ വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം സുദർശൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ബാബയ്ക്ക് ഒരു കത്തെഴുതി. കത്ത് വായിച്ച ബാബ അത്ഭുതപ്പെട്ടു പോയി. ലോകപ്രശസ്തനായ ഒരു കോസ്മിക് റേ ശാസ്ത്രജ്ഞനായിരുന്ന ബാബ വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഒഴികെയുള്ള മറ്റൊരു സ്ഥലത്തും അന്നത്തെ കോസ്മിക് റേ ഗവേഷണത്തെക്കുറിച്ച് അറിവുള്ളവരില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സുദർശൻ്റെ കത്തിൽ ആ രംഗത്ത് നടന്ന ഏറ്റവും നൂതനമായ ചലനങ്ങൾ പോലും പരാമർശിക്കപ്പെട്ടിരുന്നു. തുടർന്ന് അദ്ദേഹം ഹോമി ജെ ബാബയുമായി കണ്ടുമുട്ടുകയും EC ജോർജിനെ ഒരു റിസർച്ച് അസിസ്റ്റൻ്റായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ഹോമി ബാബ നിയമിക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് എല്ലാ പ്രതിപ്രവർത്തനങ്ങളും വെക്ടറുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന മാക്സ്വെല്ലിൻ്റെ പാരമ്പര്യം പിന്തുടർന്നിരുന്ന ആൾക്കാരുടെ ഇടയിൽ അതിനോടൊപ്പം ആക്സിയൽ വെക്ടറും കൂടെ ചേർത്ത് ദുർബല പ്രതിപ്രവർത്തനങ്ങൾ വിശദീകരിക്കാം എന്ന് പറയുന്ന ആശയം കേവലം 26-ാമത്തെ വയസ്സിൽ കണ്ടെത്തുകയും അത് നോബൽ സമ്മാനാർഹമാകാവുന്ന ഒരു വർക്കിലേക്ക്, ഒരു ഗവേഷണത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രതിഭയെപ്പറ്റിയും ആ സാഹചര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായമാണ്. സുദർശൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ 3 വർഷക്കാലമാണ് ചെലവഴിച്ചത്. ആ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം അമേരിക്കയിൽ നിന്നും മറ്റും വരുന്ന വളരെ ഉന്നതരായ ചില ശാസ്ത്രജ്ഞരുമായി അടുത്ത ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. റോബർട്ട് E. മാർഷക്, അതുപോലെ തന്നെ പോൾ AM ഡിറാക് എന്ന 2 ശാസ്ത്രജ്ഞരാണ് ബോംബെ ജീവിതകാലത്ത് സുദർശന് പിൽക്കാല ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായി മാറിയത്. റോബർട്ട് മാർഷക്ക് സുദർശനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ PhD പഠനം നടത്തുവാൻ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് റോബർട്ട് മാർഷക്കാണ്. അതിനിടയിൽ ബോംബെയിൽ വെച്ച് തന്നെ ഒരു പ്രണയവിവാഹം നടത്തി. അതിലെ ഒരു മതമാറ്റമുണ്ട്. കന്നഡ ബ്രാഹ്മണ സ്ത്രീയായിരുന്ന ലളിത റാവുവിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ECG സുദർശൻ എന്ന് പേര് മാറ്റുകയൊക്കെ ചെയ്തു. സുദർശൻ്റെ ഭാര്യയെ കൂടെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ വേണ്ട സാഹചര്യങ്ങൾ റോബർട്ട് മാർഷക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയിലെത്തിയ സുദർശനെ സാറ് സൂചിപ്പിച്ചതുപോലെ റേഡിയോ ആക്റ്റീവകതയിലെ അതിൻ്റെ കാരണമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലമാണ് കൊടുത്തത്. അത് 1933 പ്രഗത്ഭനായ എൻറിക്കോ ഫെർമി തുടങ്ങി വെച്ച ഒരു പഠനമായിരുന്നു. 25 വർഷമായി അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ലാതെ നിൽക്കുന്ന സാഹചര്യം. പക്ഷേ പ്രതിഭാശാലിയായ ECG സുദർശൻ സാറ് സൂചിപ്പിച്ചതുപോലെ വെക്ടർ എന്നുള്ള സങ്കല്പമൊക്കെ മാറ്റിമറിച്ച് ആക്സിയൽ വെക്ടർ എന്നുള്ള ഒരു പുതിയ ആശയം ഇതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി കണ്ടെത്തുകയും അങ്ങനെ V - A വെക്ടർ മൈനസ് ആക്സിയൽ വെക്ടർ സിദ്ധാന്തത്തോടുകൂടി റേഡിയോ ആക്റ്റീവതയുടെ ഒരു പൂർണ്ണമായ വിശദീകരണം നടത്തുകയും ചെയ്തു. അത് ഫിസിക്സിലെ ഏറ്റവും മൗലികമായ ഒരു കണ്ടെത്തലായിരുന്നു. സ്വാഭാവികമായും ഒരു നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടായിരുന്ന ഈ പഠനം നിർഭാഗ്യവശാൽ മറ്റു ചിലരിലേക്ക് വഴിമാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ക്വാണ്ടം സിസ്റ്റംസ് എന്ന് പറയുന്നതിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ശാസ്ത്രത്തെ സ്വാധീനിച്ച മേഖലയാണ്. അത് നമ്മളുടെ ഇന്നത്തെ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും അതിനെ K റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. K എന്ന് പറയുന്നത് കാൾ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരാളിൻ്റെ, ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരമാണ്. ജോർജ് സുദർശൻ C ആണ് ഉപയോഗിച്ചത്. ആ C മാറ്റി അത് മോഷ്ടിച്ചെടുത്ത് K ആക്കിയ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് എല്ലാ ക്വാണ്ടം കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളും പഠിക്കുന്നത്. സുദർശനെ ഓർക്കുന്നതേയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. സാറിപ്പോൾ ചോദിച്ച ചോദ്യം ജോർജ് സുദർശൻ്റെ ജീവിതത്തിലെ 2ാമത്തെ നഷ്ടവുമായി ബന്ധപ്പെട്ടാണ്. 1957
PhD വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയ V-A സിദ്ധാന്തത്തിൻ്റെ പേരിൽ നോബൽ സമ്മാനത്തിലേക്ക് പരിഗണിക്കപ്പെട്ടയാളാണ് ജോർജ് സുദർശൻ. തുടർന്ന് വന്ന ഏറ്റവും മൗലികമായ സംഭാവന 1961 ഓപ്പൺ ക്വാണ്ടം സിസ്റ്റംസിനെ കുറിച്ചുള്ള ഒരു പേപ്പറാണ്. അത് 3 പേർ ചേർന്നുള്ള പേപ്പറിലെ ലീഡിംഗ് സയൻറ്റിസ്റ്റ് ജോർജ് സുദർശൻ തന്നെയായിരുന്നു. മറ്റൊരാളും ഒരു മലയാളിയാണ്, കോഴഞ്ചേരി സ്വദേശിയായ PM മാത്യൂസ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് PhD എടുത്ത ശേഷം ദീർഘകാലം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് വകുപ്പ് തലവനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മറ്റൊരാൾ റാവു. ആ പേപ്പറാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെയും ഓപ്പൺ ക്വാണ്ടം സിസ്റ്റംസിൻ്റെയും ഒക്കെ ഏറ്റവും അടിസ്ഥാന ഗവേഷണ പ്രവർത്തനമായി മാറിയത്. അതിൽ ജോർജ് സുദർശന് കിട്ടേണ്ടതായ ഒരു അംഗീകാരം പിൽക്കാലത്ത് കിട്ടാതെ പോയി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. 1963 ഡയഗണൽ കൊഹറൻറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ P റെപ്രസെൻറ്റേഷൻ, സുദർശൻ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റോയി ജെ ഗ്ലോബർ ആദ്യം ഈ സിദ്ധാന്തത്തെ എതിർക്കുകയും പിന്നീട് ഇതിനെ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ചെയ്ത റോയി ജെ ഗ്ലോബർ അത് ഗ്ലോബർ P റെപ്രസെൻറ്റേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ടു. P എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുദർശൻ്റെ പേരാണ്. അതിലേറ്റവും നിർഭാഗ്യകരമായ ഒരു വസ്തുത 2005 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം അതിലെ മേജർ കോൺട്രിബ്യൂട്ടറായിട്ടുള്ള ജോർജ് സുദർശനെ മാറ്റി നിർത്തിക്കൊണ്ട് റോയി ജെ ഗ്ലോബറിന് നൽകി എന്നുള്ളതാണ്. ശാസ്ത്രലോകം വളരെയധികം പ്രതിഷേധങ്ങൾ ഉയർത്തിയ ഒരു സംഭവമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ടോക്കിയോൺസുമൊക്കെ ഈ 61-ലും 63-ലും അദ്ദേഹം നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ECG സുദർശൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ടോക്കിയോൺസിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ്. ടോക്കിയോൺസ് എന്ന് പറയുന്നത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സാങ്കല്പിക കണികകളാണ്. അത് ഇതുവരെയും ഒരു പരീക്ഷണശാലയിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഭൗതികശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരു അടഞ്ഞ അധ്യായമല്ല ടോക്കിയോൺസ്. പക്ഷേ അതിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനമായ വിഷയം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിശിഷ്ട ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഒരു പോസ്റ്റുലേറ്റിനെ അത് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തപ്രകാരം പ്രകാശമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള കണിക. പ്രകാശത്തിനേക്കാൾ വേഗതയുള്ള കണികയില്ല എന്ന് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പറയുമ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ആശയമാണ് ജോർജ് സുദർശൻ ടോക്കിയോൺസിൽ കൂടെ സ്ഥാപിച്ചത്. അത് ഇന്നും ഗവേഷണം വളരെ സീരിയസ് ആയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ടോക്കിയോൺസ്. പഴയ അമ്മൂമ്മമാരൊക്കെ പറയും, മോനെ കഞ്ഞി വേവുന്നത് നോക്കി നിൽക്കാതെ കഞ്ഞി വേവത്തില്ല. സായിപ്പ് പറയും, എ വാച്ചിങ് പോട്ട് നെവർ ബോയിൽസ് എന്ന് പറയും. ഇതിൻ്റെ ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിലോട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷനാണ് ശരിക്കും ക്വാണ്ടം സീനോ എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന പേപ്പറുകളിൽ പോലും അതിനെപ്പറ്റി അത് നമ്മളുടെ മനുഷ്യൻ്റെ ജീവിതത്തിനെ, ബോധത്തിനെ, കോൺഷ്യസ്നെസ്സിനെ ഒക്കെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു എഫക്റ്റായിട്ടാണ് അദ്ദേഹം അത് വിഭാവനം ചെയ്തത്. പക്ഷേ അതിനെപ്പറ്റി തുടർ പഠനങ്ങൾ അധികം നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒറിജിനാലിറ്റി ഏറ്റവും കൂടുതൽ വെളിയിൽ വരുന്ന ഒരു വർക്കായിട്ടാണ് സീനോ എഫക്റ്റിനെ പറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത്. 1977 ഇന്ത്യക്കാരനായ ബൈദ്യനാഥ് മിശ്രയുമൊത്ത് ജോർജ് സുദർശൻ ഗവേഷണം ചെയ്ത കണ്ടുപിടിച്ചൊരു ഫലമാണ് ക്വാണ്ടം സീനോ എഫക്റ്റ്. വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇന്നും ഈ രംഗത്ത് മൗലികമായ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോൺ പോലെയുള്ള അല്ലെങ്കിൽ ഫോട്ടോൺ പോലെയുള്ള ക്വാണ്ടം കണികകളെ നമുക്ക് അവയുടെ വേഗത കുറച്ച് ഏതാണ്ട് നിശ്ചലാവസ്ഥയോട് അടുത്തിട്ടുള്ള ഒരവസ്ഥയിൽ അവയെ കണ്ടെത്താം, അവയെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ക്വാണ്ടം സീനോ എഫക്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്. ഇന്നും വളരെ ആക്റ്റീവായ പരീക്ഷണങ്ങൾ ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ അദ്ദേഹത്തിന് നോബൽ നഷ്ടമായ 4-5 കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചു. ഇതെല്ലാം തീർച്ചയായിട്ടും നോബൽ സമ്മാനം കിട്ടേണ്ട കണ്ടെത്തലുകൾ തന്നെയായിരുന്നു. പക്ഷേ മലയാളിയായ വലിയ തലച്ചോറിനുടമയായ EC ജോർജ് സുദർശനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ശരിക്കും സുദർശൻ്റെ പ്രതിഭ നന്നായി തിരിച്ചറിഞ്ഞ ഒരു മഹതിയായിരുന്നു. സുദർശൻ്റെ സേവനം ഇന്ത്യയിൽ ആവശ്യമാണ് എന്ന് ബോധ്യമായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വളരെയധികം നിർബന്ധിച്ചാണ്
ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം അദ്ദേഹം പ്രവർത്തിച്ച ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും വളരെയധികം ഉന്നത നിലയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണമാണ് ഇനിയും താങ്കൾ തരേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുമായി ജോർജ് സുദർശന് ബന്ധങ്ങളുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ PhD പഠനത്തിന് പോകുന്നതിന് മുമ്പ് 3 വർഷം പ്രവർത്തിച്ച ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അമേരിക്കയിലെ PhDക്കും പോസ്റ്റ് ഡോക്ടറൽ പഠനത്തിനും ശേഷം ജോർജ് സുദർശനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഹോമി ഭാഭ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള പല തയ്യാറെടുപ്പുകളും ഹോമി ഭാഭ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് സുദർശൻ്റെ PhD ഗൈഡായിരുന്ന റോബർട്ട് മാർഷക്ക് അദ്ദേഹത്തിന് റോച്ചെസ്റ്റർ സർവകലാശാലയിൽ തന്നെ ജോലി ഏർപ്പാട് ചെയ്ത് അദ്ദേഹത്തിനെ അമേരിക്കയിൽ പിടിച്ചു നിർത്തുകയായിരുന്നു. തുടർന്ന് മരണം വരെയുള്ള 62 വർഷങ്ങൾ സുദർശൻ അമേരിക്കയിൽ തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞനായും അധ്യാപകനായും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1970 മുതൽ 90 വരെയുള്ള 20 വർഷത്തിനിടയിൽ സാറ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താല്പര്യം മാനിച്ച് സുദർശൻ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും അതിനുശേഷം ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രവർത്തനം മുഴുവൻ സമയ പ്രവർത്തനമെന്ന് പറയാനൊക്കില്ല. അമേരിക്കയിൽ അദ്ദേഹം പ്രൊഫസറാണ്. അവിടെ അവധിക്കാലത്ത് കിട്ടുന്ന ആ ടൈം ഇന്ത്യ സന്ദർശിക്കുന്ന അവസരങ്ങളിൽ ചെയ്തിരുന്ന ഒരു ഓണററി പോസ്റ്റ് മാത്രമായിരുന്നു. പക്ഷെ അതിന് പ്രത്യേകമായ വേതനമൊന്നും ജോർജ് സുദർശൻ വാങ്ങിയിരുന്നില്ല. 70 മുതൽ 84 വരെ 14 വർഷങ്ങൾ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായി സുദർശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പല ഗവേഷണ പഠന കേന്ദ്രങ്ങളും അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അന്തരീക്ഷ പഠനം, ബയോളജി പഠനം, അങ്ങനെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പല പഠനങ്ങളും ഉണ്ടായി. മാധവ് റാവു ഗാഡ്ഗിലൊക്കെ സുദർശൻ ഉയർത്തിക്കൊണ്ട് വന്ന ശാസ്ത്രജ്ഞരാണ്. 1984 മുതൽ 90 വരെ ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിൻ്റെ ഓണററി ഡയറക്ടറായിട്ട് സുദർശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ കേട്ടിട്ടുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് 1 രൂപയാണ്. ഇന്ത്യൻ റുപ്പീസ് 1 രൂപ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം സുദർശൻ വാങ്ങിയിരുന്നതാണ്. ആ ഒരു 6 വർഷം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിനെ വളരെയധികം ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സുദർശന് സാധിച്ചു. പിന്നെ സാറിൻ്റെ ചോദ്യത്തിൽ ഞാൻ വലിയ ഒരു കാര്യം കാണുന്നില്ല. കാരണം ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ശാസ്ത്രജ്ഞരെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലോകത്തിലെ 1ാം കിട ശാസ്ത്രജ്ഞനായിട്ടുള്ള ECG സുദർശനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ താഴെ തട്ടിൽ നിൽക്കുന്ന 2ാം കിടക്കാരോ 3ാം കിടക്കാരോ ആയിട്ട് നിൽക്കുന്ന ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ധാരാളം കുടിപ്പകകളും കോംപ്ലക്സുകളും ഉണ്ട്. അതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് പലപ്പോഴും ഉയരാതിരിക്കുന്നതിന് കാരണം അവർ തമ്മിലുള്ള കിടമത്സരങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ജോർജ് സുദർശനെ പോലെയുള്ള ഒരു 1ാം കിടക്കാരൻ ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് വന്നപ്പോൾ അതിനോട് പൊരുത്തപ്പെടാനാവാതെ അദ്ദേഹത്തിന് പരമാവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചില ശാസ്ത്രജ്ഞരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്നും ആ മഹാൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച ഒരു പ്രധാന സംഭവമേ അല്ല. പക്ഷേ 1990 ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സേവനം മരണം വരെയും ഇന്ത്യയിൽ കാര്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അർഹതപ്പെട്ട അംഗീകാരങ്ങൾ പലതും ലഭിക്കാതെ പോവുക, തൻ്റെ ഗവേഷണ ഫലങ്ങൾ മറ്റുള്ളവർ അവരുടെ പേരിലാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള പല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും തുടർച്ചയായി ഗവേഷണ പാത മുന്നോട്ട് കൊണ്ടുപോയ ആ മഹത് വ്യക്തിയുടെ ആ മാനസികാവസ്ഥയെപ്പറ്റിയുള്ള താങ്കളുടെ പ്രതികരണത്തോടുകൂടി നമ്മൾക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. 2018 86-ാം വയസ്സിൽ മരണപ്പെട്ട ECG സുദർശനെ സംബന്ധിച്ചിടത്തോളം നോബൽ സമ്മാനം 9 തവണ അദ്ദേഹത്തിനെ പരിഗണിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് കിട്ടാതെ പോയി. എങ്കിലും ലോകോത്തര നിലവാരത്തിലുള്ള ഡിറാക് മെഡൽ, മജോറിന പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ഇൻ ഫിസിക്സ് തുടങ്ങിയ ഇൻ്റർനാഷണൽ അവാർഡുകൾ, ഇന്ത്യയുടെ പത്മഭൂഷൺ, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം, അങ്ങനെ ധാരാളം അംഗീകാരങ്ങൾ അമേരിക്കയിൽ നിന്നും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഓണറി ഡോക്ടറേറ്റുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അംഗീകാരങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് ജോർജ് സുദർശൻ ജീവിതത്തിൽ കണ്ടിരുന്നില്ല. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തൻ്റെ
ജോലിയോട് നീതി പുലർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ലോക നിലവാരത്തിലുള്ള നിരവധി ഗവേഷണ ഫലങ്ങൾ ജി സുദർശൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ചിലതിന് നോബൽ സമ്മാനം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് അത്ര വലിയ പ്രസക്തമായ ഒരു ചോദ്യമല്ല. അദ്ദേഹം അതിനെ അത്ര കണ്ട് മാനിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിലും നോബൽ പ്രൈസിനോട് ഏതാണ്ട് അടുത്ത് വരുന്ന ഡിറാക് മെഡൽ, മജോറിന പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ഇൻ ഫിസിക്സ് തുടങ്ങിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഇന്ത്യയുടെ തന്നെ പത്മഭൂഷൺ തുടങ്ങിയ ഉന്നത പുരസ്കാരങ്ങൾ, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള പുരസ്കാരം, ഇവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഗവേഷണ ഫലങ്ങളാണ് ഈ മഹാനായ ഈ മലയാളി ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അംഗീകാരം അർഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞനെപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അങ്ങേയറ്റം ലളിതവും സമഗ്രവും ആധികാരികവുമായി പറഞ്ഞു തന്നതിന് അങ്ങയോട് ഞങ്ങൾ അഗൈതവുമായ നന്ദി.